ഇതൊന്നും ഇല്ലാണ്ട് വളരെ ഭംഗിയായിട്ട് എന്തൊരു ഉൾക്കാഴ്ച, എന്തൊരു വിശാലമായ ഉൾക്കാഴ്ച. ഇതൊക്കെ ഇതിന്റെ പ്രധാന ഭാഗങ്ങളാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാന ഭാഗങ്ങളാണ് ഇതൊക്കെ. ഞാൻ പറയുന്നത് ഏത് ഗവൺമെന്റ് ആയാലും, ഇന്ത്യ രാജ്യത്തായാലും കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും, ഞാൻ ഗവർണറായ മഹാരാഷ്ട്രയിലായാലും, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന സാംസ്കാരിക സാമൂഹ്യ സംഘടനകളുമായി ആലോചിച്ച് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ മാറ്റം വരുത്താവൂ എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഗവൺമെന്റിന്, മന്ത്രിക്ക് മാറ്റാം, പക്ഷെ തോന്നിയ മാതിരി ചെയ്യരുത്. തോന്നിയ മാതിരി ചെയ്താൽ പിന്നെ അത് ചെയ്യേണ്ടി വരില്ല. അങ്ങനെ ചെയ്തവർക്ക് പിന്നീട് ചെയ്യേണ്ടി വന്നിട്ടില്ല. ബുദ്ധിമാന്മാരാണെന്ന് വിചാരിച്ചുകൊണ്ട് നടന്നിട്ട് ബുദ്ധിയില്ലാതെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല. പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്താണ് വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വയാർജിതമായി നന്നാക്കി നടത്തി കുട്ടികളെ പഠിപ്പിക്കുന്ന അതിൻ്റെ നേതാക്കന്മാരുമായി ആലോചിച്ചാൽ എന്താ കയ്യിലെ വള ഊരി പോവോ? പലരും ഇപ്പോ ഇന്ന് ജനുവരി മാസം 9-ാം തീയതിയാണ്, ദിവസം എണ്ണുക. ആരാന്നൊന്നും ഞാൻ പറഞ്ഞില്ല, എണ്ണാണ്. ജയിലിലൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ആളുകളുടെ റൂമിന്റെ മുമ്പിൽ 7-ാം ദിവസം, 6-ാം ദിവസം, 5-ാം ദിവസം എന്ന് എഴുതി തൂക്കും. അതേമാതിരി ഇത് നമ്മളെ രാജ്യത്തിന്റെ ആവശ്യമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സ്വകാര്യ മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ച് പൂട്ടിക്കൊണ്ട് അവർക്ക് യാതൊരു സൗകര്യവും കൊടുക്കാതെ ഗവൺമെന്റ് മാത്രം, ഏത് ഗവൺമെന്റ് ആയാലും ഗവൺമെന്റ് മാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താം എന്ന് വിചാരിച്ചാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുമോ? മഹാരാഷ്ട്രയിൽ എത്രയോ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. മെഡിക്കൽ കോളേജുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇനിയും നമ്മളുടെ രാജ്യത്ത് പുതിയതായി ചുരുങ്ങിയത് 10,000-ത്തിലധികം യൂണിവേഴ്സിറ്റി എങ്കിലും ആവശ്യമാണ് എന്നാ പറയുന്നത്. കുട്ടികൾക്ക് പഠിക്കണ്ടേ? 20% കുട്ടികൾക്ക് ഇന്ത്യ രാജ്യത്ത് കോളേജുകളിൽ ചേരാൻ സാധിക്കുന്നില്ല. അതിനൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യമല്ലേ? അതുകൊണ്ട് ഈ വിധത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സൗകര്യപ്രദമായ ആനുകൂല്യങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഇതിൻ്റെ ഇടയിൽ മഹാരാഷ്ട്രയിൽ ഒരു ലേഖനം വായിച്ചപ്പോൾ, ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു ലേഖനം വായിച്ചപ്പോൾ, ഈ ഇരിക്കുന്ന കാന്തപുരം, നമ്മളുടെ ബഹുമാന്യനായ കാന്തപുരം, ഇത്ര വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കാന്തപുരം കാശ്മീരിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇവിടെയുള്ള എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാശ്മീരിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നുണ്ട്? ഹി ഈസ് ദി ഓൺലി പേഴ്സൺ ഔട്ട്സൈഡ് കാശ്മീർ. ഹി ഈസ് ദി ഓൺലി ലീഡർ ഔട്ട്സൈഡ് കാശ്മീർ. കാശ്മീരിലെ കുട്ടികൾ ഇവിടെയും പഠിക്കുന്നു. മതേതരത്വം എന്ന് പറഞ്ഞാൽ പോരാ, അത് നടപ്പാക്കാൻ സാധിക്കണം. പഞ്ചസാര എന്ന് കടലാസിൽ എഴുതിയിട്ട് നക്കിയാലൊന്നും മതിരിക്കില്ല കൂട്ടരെ, അത് ചെയ്താൽ തന്നെ മതിരിക്കൂ. എല്ലാവരും ഈ രാജ്യത്ത് ഡയബറ്റീസ് ഉള്ളവരൊന്നുമല്ലല്ലോ. എന്നാൽ എല്ലാവരും ഈ രാജ്യത്ത് തീവ്രവാദികളുമല്ല. ഈ തീവ്രവാദം എന്നൊക്കെ പറയുന്നത് ഒരു സുഖക്കേടാണ്. ഇറ്റ് ഈസ് മോർ ദാൻ ക്യാൻസർ. എന്താണ് അതിന്റെ ലക്ഷ്യമെന്ന് അവരോട് ചോദിച്ചാൽ തന്നെ അവർക്ക് നിശ്ചയില്ല.
ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ കുട്ടികളെ ആ കുണ്ടാമുണ്ടി പോയി പെട്ട് ഒടുക്കം കാലം ജയിലിലായി. അവർക്ക് നിശ്ചയില്ല എന്തിനാ ഇത് ചെയ്ത് എന്ന്. അതിൻ്റെ പിന്നിലുള്ള പ്രേരണ ശക്തികൾക്കാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് മാറ്റാനുള്ള ശ്രമം നടക്കേണ്ടത്. എന്താ നാട്ടിൽ കാക്കാൻ പോകുന്നത്? രാവിലെ ചായക്ക് കാശില്ല, ഉച്ചയ്ക്ക് ഊണിന് കാശില്ല, കുപ്പായത്തിന് കാശില്ല, ചെരുപ്പ് വാങ്ങാൻ കാശില്ല. അപ്പോൾ ചെരുപ്പ് വാങ്ങാൻ കാശില്ലെങ്കിൽ എവിടെയെങ്കിലും ചെരുപ്പ് കണ്ടിട്ട് നടത്തും. ഇല്ലായ്മ കൊണ്ടാണ്, അധികം ഇല്ലായ്മ കൊണ്ടാണ്. ഇന്ത്യ രാജ്യത്ത് 70% ആളുകൾ ഒരു ദിവസം 20 ഉറുപ്പികയിൽ കുറഞ്ഞ വരുമാനമുള്ളവരാണ്. 20 ഉറുപ്പികയിൽ കുറഞ്ഞ വരുമാനം. ലോകത്തെ ഏറ്റവും വലിയ പണക്കാർ ജീവിക്കുന്നത് ഞാൻ ഗവർണറായ മഹാരാഷ്ട്രയിലാണ്. എന്താ എൻ്റെ യോഗ്യത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ 1,00,000 ഇരട്ടി ആളുകൾ രാത്രി റോട്ടിലും കിടന്നുറങ്ങുന്നുണ്ട്. എന്താ എൻ്റെ സ്ഥിതി എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഞാനിത് സൂചിപ്പിക്കാനുള്ള പ്രധാനമായ ഒരു കാരണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ സയൻസ് ഇൻസ്റ്റിറ്റ്യൂഷന് തിരക്കല്ലിട്ടു. സയൻസ് പഠിക്കാൻ ഇന്ത്യ രാജ്യത്ത് കുട്ടികൾക്ക് 4 ദിവസം മുമ്പ് ഞാൻ ഇൻഫോസിസിൻ്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ സയൻസ് പഠിക്കാൻ കുട്ടികൾക്ക് സൗകര്യം കുറവാണ്. സയൻസിലൊക്കെ PhD വളരെ കുറവാണ്. അതിനുള്ള സൗകര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ പ്രദേശം 33 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു എന്ന് 33 വർഷം മുമ്പ് ഇവിടെ ജീവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ആലോചിക്കണം. ചുമ്മാ ഈ നമ്മളുടെ ഉസ്താദും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്ഥാപനവും അദ്ദേഹം വളർത്തിയെടുത്ത ജനങ്ങളും കൊണ്ട് മാത്രമല്ലേ ഈ പ്രദേശം വളർന്ന് വികസിച്ച് പന്തലിച്ച് പുഷ്പിച്ച് ലോകത്ത് അറിയപ്പെടുന്ന ഒരു പ്രദേശമായി മാറിയത്? ലോകത്ത് അറിയപ്പെടുന്ന ഒരു പ്രദേശമായി മാറിയത്? അല്ലെങ്കിൽ ഇവിടെ കാക്കയും പൂച്ചയും കരഞ്ഞു നടക്കില്ലേ? ഇപ്പൊ അതാണോ? ലോകത്ത് അറിയപ്പെടുന്ന വ്യക്തികൾ ഇവിടെ വന്നു. എന്താ കാരണം? ഈ സ്ഥാപനം, ഈ വിദ്യാഭ്യാസ സ്ഥാപനം, ഈ സാമൂഹ്യ സംഘടന, അതിൻ്റെ നേതൃത്വം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ വിധത്തിലുള്ള സ്ഥാപനങ്ങളോടും അതിൻ്റെ നേതാക്കന്മാരോടും അതിൻ്റെ ആചാര്യന്മാരോടും അത് നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ ആ ശ്രമിച്ചവരുടെ നാശമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും. അതിനൊന്നും ലോകത്തിപ്പോൾ ആളുകൾ ജനിച്ചിട്ടില്ല. ജനിക്കാതിരിക്കട്ടെ. ഇനിയും ഇത് വളരട്ടെ, പുഷ്പിക്കട്ടെ, പന്തലിക്കട്ടെ, പാവങ്ങൾക്ക് ആശ്രയമായി തീരട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും. ഐ സല്യൂട്ട് AP Abubakar Musliar. Thank you. Thank you a lot, Your Excellency, the Governor of Maharashtra.